അല്ല, ഇവിടെയാണ് കൊടിത്തോട്ടം ഈ കളവിന്റെ അല്ലെങ്കിൽ നുണയുടെ പരിധിയിലൊക്കെ വിഷയങ്ങൾ കിടക്കുന്നത്. ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഈ വിഷയം കാണുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ആക്കുന്നതിന് വേണ്ടി പ്രേമം നടിച്ച് അവരെ ചതിച്ച് വഞ്ചിച്ച് മുസ്ലിം ആക്കാൻ ശ്രമിക്കുന്നു, ലൗവിൽപ്പെടുത്തിക്കൊണ്ടും മതം മാറ്റാൻ ശ്രമിക്കുന്നു. അത് ആസൂത്രണമായിക്കൊണ്ടും. സ്വാഭാവികമായ പ്രണയമല്ല, ഒരു കോളേജിൽ വെച്ചോ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ വെച്ചോ അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ നൈസർഗികമായ പരിപാടി ഉണ്ട്. പക്ഷെ മതത്തിന് വേണ്ടി ആ കുട്ടിയെ മതം മാറ്റുന്നതിന് വേണ്ടി പ്രണയം നടിക്കുന്നു എന്നുള്ള ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണം ഉള്ളതായിട്ട് ആരോപണമല്ല ഇസ്മായിലേ, ആരോപണമല്ല, ഞങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യമാണ്. ഹാദിയ എങ്ങനെയാണ് ഹാദിയ ആയത്? അഖില. ഇപ്പൊ സൗമ്യ അഖിലയുടെ സെബാസ്റ്റ്യൻ. അവസ്ഥ എന്താണ്? ഇന്ന് അഖിലയുടെ അവസ്ഥ എന്താണ്? അത് പ്രേമവിവാഹമാണെന്ന് വെക്കുക. ഷാജഹാനുമായിട്ട് അഖിലയ്ക്ക് പ്രേമമായിരുന്നു, പ്രേമവിവാഹം ചെയ്തു. ഇന്നിപ്പോ എത്ര ഡൈവോഴ്സ് കഴിഞ്ഞു? എന്തിനാണ് അവളെ അല്ല, തട്ടം ഇനി വിട്ട് അതിലേറെ വേറൊരു സുപ്രീം കാര്യമുള്ളത്. കോർട്ട് കയറ്റിയില്ലേ? പാസ്റ്റർ. അല്ല, ഇത് കോടതി പറഞ്ഞു ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവര് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടെ പ്രകടനം നടത്തിക്കളഞ്ഞു. ആ കേസ് അതെ, വാദിച്ച അഡ്വക്കേറ്റിനെ നമുക്കറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഈ ക്ലബ് ഹൗസിലൊക്കെ വരുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും പറയാൻ പറ്റില്ല, അത്രമാത്രമായിരുന്നു. ഖാദിക്ക് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ അപ്പനമ്മമാർക്ക് വേണ്ടി വാദിച്ച ആ മനുഷ്യൻ അനുഭവിച്ച പ്രതിസന്ധി ഒന്നും പറയാൻ പറ്റില്ല. ക്ലബ് ഹൗസിലൊക്കെ വരുന്ന ആളാ, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല പേരൊന്നും. അപ്പോ ഇന്ന് അദ്ദേഹം ശക്തമായിട്ട് ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. അതിന്റെ കാരണം അദ്ദേഹം അനുഭവിച്ച ക്രൂരത അതുപോലത്തെയാണ്. ഹൈർ ഹൈക്കോടതി മുമ്പിൽ കൂടെ ആയിരക്കണക്കിന് ആളുകൾ പ്രകടനം നടത്തി എന്നുള്ളതാണ് ആദ്യ സമയത്ത്. അപ്പൊ അങ്ങനെ നോക്കണം. അപ്പൊ പിന്നെ രണ്ടുപേര് പ്രേമിച്ചു, അവര് മതം മാറിയെങ്കിൽ ഇത്രയും വലിയ പ്രകടനം എന്തിനാ? അത് ലോകത്തൊക്കെ നടക്കുന്നല്ലേ, വിട്ടേക്കാന്ന് പറഞ്ഞാൽ പോരെ? എന്തായിരുന്നു അതിന്റെ പിന്നിൽ? ആസൂത്രിതല്ലേ പിന്നെ ഈ പണിയൊക്കെ നടക്കുവോ? തീർച്ചയായിട്ടും ഇത് ആസൂത്രിതം തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ജനറൽ പത്രം ഞാനിപ്പോ തരാം. ഞങ്ങള് പോയിരുന്ന പള്ളിയിൽ തമിഴ്നാട്ടിൽ കുറച്ചു കാലം മുമ്പ് നടന്നത്, എന്റെ കൺമുമ്പിൽ നടന്നതാണ്. ആ പെൺകുട്ടി പഠിക്കാൻ പോയത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ കുറെ പെൺകുട്ടികള് അവളോട് ഇസ്ലാമിനെ പറ്റി സംസാരിച്ച് കുറച്ചു കാലം കൊണ്ട് അവൾ ഇസ്ലാം തന്നെയാണെന്ന് വിശ്വസിച്ച് അതിൽ കൂടെ കൂടി അവരെന്നിട്ട് ഒരാളെ കൊണ്ടുവന്ന്, വളരെ വിദ്യാഭ്യാസം ഇല്ലാത്ത, ഇവൾ MBA ആണ് പഠിച്ചത്. MBA പഠിച്ചിട്ട് വീട്ടിൽ വന്ന് അപ്പോഴത്തേക്ക് അവള് ശരി സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി എന്നൊക്കെ വിചാരിക്കുക. ശരി, മതമൊക്കെ മാറിക്കഴിഞ്ഞ് അവള് നിസ്കരിക്കാനൊക്കെ തുടങ്ങി. ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അപ്പോഴത്തേക്ക് കുറേ മുല്ലാക്കന്മാരും ഇവരുടെ സമൂഹത്തിലുള്ളവരും ഒക്കെ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ, നല്ല സമ്പത്തുള്ള വീടാണ്. എന്നിട്ട് ഉടനെ അവര് ഒരു സേലത്തുള്ള ഒരു മുസ്ലിമിനെ പിടിച്ചുകൊണ്ട് വന്ന് കേൾക്കുമ്പോ ഒരു മാച്ചേ ഇല്ല, ഇവര് നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ അയാളെ കൊണ്ട് നിക്കാ ചെയ്യിച്ചു. നിക്കാ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെൺകുട്ടിക്ക് മനസ്സിലായത് ഈ പെൺകുട്ടിയുടെ പഠിത്തം ഇതെല്ലാം, അതുകൊണ്ടുള്ള വരുമാനം എല്ലാം ഇവർക്ക് വേണം. അപ്പോഴാ പെണ്ണിന് മനസ്സിലായി ഈ മതം മാറിയത്, ഈ മതം ഇതെല്ലാം ഒരു വേസ്റ്റ് ആയിരുന്നു. ഈ ലവ് ജിഹാദ് അല്ലെങ്കിലും ഇതൊരു നിർബന്ധിച്ച് മുസ്ലിങ്ങൾ എല്ലാരും കൂടി, നാട്ടിലുള്ള മുസ്ലിങ്ങളെല്ലാം ഈ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്. നിർബന്ധിച്ച്. ഉടനെ അവളുടെ മനസ്സെങ്കിലും മാറുന്നതിന് മുമ്പ് ഒരുത്തനെ കൊണ്ട് നിർബന്ധിച്ച് നിക്കാ ചെയ്യിച്ചു. പക്ഷെ പെണ്ണിന് ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോ അവള് ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞിട്ട് അവള് തന്നെ മതവും വിട്ട് ഇറങ്ങിപ്പോന്നു. ഇസ്മായിലേ, ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാം ബ്രദർ, പറഞ്ഞോളൂ. ഓക്കെ. ഇസ്മായിലേ, നിങ്ങളുടെ പുസ്തകത്തില് മറ്റ് മതത്തിലുള്ള സ്ത്രീകളെ പ്രണയിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ടോ? മറ്റു മതത്തിലുള്ള സ്ത്രീകളെ പ്രണയിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാര്യയെ പ്രണയിക്കാനുള്ള അനുവാദം അള്ളാഹു തരുന്നുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളുടെ പുറത്തുമില്ല, അകത്തു രണ്ടും നൽകുന്നില്ല. ഓക്കെ, സൂറത്തുൽ മാഇദ എന്ന് എടുത്തേ. സൂറത്തുൽ മാഇദ, ഞാൻ തന്നെ വെല്ലുവിളിക്കുക. സൂറത്തുൽ മാഇദ എടുക്ക്. അല്ല, പറയും. സൂറത്തുൽ മാഇദ എടുക്ക്. ഇല്ലാന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് അത് എടുത്തിട്ട് പോയാ മതി. നീ ഉരുളാൻ നിൽക്കണ്ട. എടുത്തില്ല, നീ എന്റെ മൂക്കെത്തുവാ. ദേണ്ട് കിടക്കുന്നത് ഇല്ലാന്ന് പിന്നെ എന്തിനാ നുണ ഓരോ പറഞ്ഞേ? വർത്താനം പറഞ്ഞിട്ട് ചർത്താട്ടേ. ധൈര്യം ഉണ്ടോ? അതാ പറഞ്ഞ. സൂറത്തുൽ മാഇദ എടുക്കാൻ ധൈര്യം നീ ഉണ്ടോ? പേടിക്കാൻ ഞാനാരാ?
എന്താ പിന്നെ എന്തിനാ എടുക്കാൻ പേടിക്കുന്നത്? എടുക്ക്. ജെന്റിൽ ബ്രദറെ ഒരു നീ സെക്കൻഡ്, ആരാ എന്നെ ജെന്റിൽ ബ്രദർ ഒരു അടിപ്പിക്കാൻ? സെക്കൻഡ്, ഒരു സെക്കൻഡ്, മര്യാദക്ക് സംസാരിക്കാൻ പറ്റി സംസാരിച്ചാൽ ജെന്റിൽ മതി. ബ്രദർ ഒരു സെക്കൻഡ്, ജെന്റിൽ ബ്രദർ ഒരു സെക്കൻഡ്. കിളി ഇസ്മായിലെ, പോയി നിന്റെ ഇസ്മായിലെ. ഇല്ല നിന്റെ ഇല്ല, നിന്റെ ജെന്റിൽ ബ്രദർ കിളി ഒരു സെക്കൻഡ്, കിളി ഒരു സെക്കൻഡ്, നിന്നിലുള്ള നോക്കിയേ, ഒരു സെക്കൻഡ്, ഒന്ന് ഒരു ഫോട്ടോ നോക്കിയേ. സെക്കൻഡ്, ഒരു കണ്ടോ? സെക്കൻഡ്. എല്ലാവരും ഞാൻ കേട്ടല്ലോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു എന്തെന്നാ വാക്ക് പറഞ്ഞതേ ഞാൻ ഉള്ളൂ. പുള്ളിയോട് ചോദിച്ചപ്പം ഉത്തരം മുട്ടിയപ്പോ ഇവിടെ കിടന്ന് ചിലക്കുന്ന കണ്ടോ? ഞാൻ ഇത്രയേ ഉള്ളൂ ചലിച്ചതല്ല. പുള്ളി. ഒരു ഇസ്മായിൽ ഇത്രയേ ഒരു ഉള്ളൂ. ഒരു ഇസ്മായിലിന് ധൈര്യം ഉണ്ടോ? ആജ്ഞാപിക്കുന്നു, നീ എടുക്ക്, നീ ചെയ്യ് എന്നാ പറയാ. ആരാ അത്? ക്ലബ് ഹൗസ് അല്ലേ? ജെന്റിൽ എടുക്ക് ബ്രദർ ഒരു സെക്കൻഡ്, എടുക്കെന്ന് തന്നെ എപ്പോഴും ഒരു പറയുന്നേ. എടുത്തിട്ട് നീ ജെന്റിൽ പോയാ ബ്രദർ ഒരു മതി സെക്കൻഡ്, എന്ന് ഒരു പറയാൻ സെക്കൻഡ്, ആരാ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു നീ സെക്കൻഡ്. പോയാ ഇസ്മായിലെ, മതി പറയാൻ നമ്മള് ആങ്ങളാരാ? അല്ല ഇസ്മായിലെ ഒരു സെക്കൻഡ്, സഹോദരന്മാരെ, അല്ല ഇസ്മായിലെ ഇസ്മയിലെ ഒരു സെക്കൻഡ്. രണ്ടുപേരും നിങ്ങൾ അതങ്ങ് എടുത്ത് വായിച്ചേ. ആ നിങ്ങളൊരു yes. ചർച്ചയല്ലേ, അതിനകത്ത് ആ അത് ചർച്ചയുടെ കറക്റ്റ് മാസ്റ്റർ, അത് കറക്റ്റ്. നീ ഇവിടുത്തെ പോയാ മതി എന്നാ എന്നൊക്കെ പിന്നെ അതങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്. ഇസ്മായിൽ അത് ചെയ്, ഇസ്മായിൽ അത് ചെയ്, ഇല്ല, എന്നിട്ട് ഞാൻ സംസാരിക്കും. ഇസ്മായിൽ അത് ചെയ്. ഞാനതൊന്നും വായിക്കാവുന്ന ഇസ്മായിലെ ആളല്ലല്ലോ. ഇസ്മായിൽ ഇപ്പൊ അത് വായിച്ചിട്ട് അങ്ങ് ഇല്ല, ചെയ്. അപ്പൊ പിന്നെ ഞാൻ പ്രശ്നമില്ലല്ലോ. വായിക്കില്ല എന്ന് നിനക്കറിയാലോ. ഇസ്മായിൽ അത് വായിക്കേ. ഞാൻ ഇസ്മായിലെ നിങ്ങളുടെ എന്നെ പുസ്തകമല്ലേ, കൊണ്ട് വായിക്ക് ഞാൻ ഇസ്മായിലെ. വായിക്കില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വായിക്കും, ഞാൻ എന്നെ വായിക്കാറില്ലല്ലോ. സഹോദര ഇസ്മായിലെ, താങ്കൾ അത് വായിക്കൂ. ഞാൻ വായിക്കാറില്ലല്ലോ. അദ്ദേഹത്തിന് ഇന്നലെ ഞാൻ 3 ദിവസമായിട്ട് ഞാൻ വായിക്കാറുണ്ടോ? അദ്ദേഹത്തിന്റെ ഓക്കെ ജെന്റിലെ ഒരു ചലഞ്ച് അല്ലേ, താങ്കൾ അത് ആ വായിക്കൂ. ചലഞ്ച് അല്ല, വെല്ലുവിളിയാണല്ലോ. എന്നിട്ട് പോയാ മതി എന്നല്ലേ ആ പറഞ്ഞേ. വെല്ലുവിളിയാണ്, അത് വായിക്കൂ. വായിച്ചിട്ട് അത് മുന്നോട്ട് നിങ്ങളുടെ പോയാൽ മതി. പുസ്തകം വായിക്കാന്നുള്ള വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നോട്ട് വെല്ലുവിളി. പോയാൽ ജെന്റിൽ മതി. ബ്രദർ, വായിക്കേ. ഞാൻ അക്ഷരമാവുമ്പോ നിർബന്ധം ജെന്റിൽ ബ്രദർ, ഞാൻ തരാം. ഇസ്മായിലെ അതൊന്ന് വായിക്കും. ഇസ്മായിലെ ബ്രദറെ, ഏതാ ഞങ്ങൾ ഞാൻ ഇത്രയും വായിക്കാൻ തയ്യാറല്ലായിരിക്കും, പിന്നെ എന്നെ എന്തിനു നിർബന്ധിക്കുന്നു? സഹോദര ഒന്ന് വായിക്കൂ. നിങ്ങളത് എന്റെ നിങ്ങളുടെ പുസ്തകമല്ലേ, അതൊന്ന് എന്റെ വായിക്കൂ. സുഹൃത്തെ, എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞില്ലേ? ഏത് മായുധ വായിക്കുന്നോ? എന്തുകൊട്ടെ അങ്ങനെ ഈ മതത്തിന്റെ കാര്യം പറ്റിയതായിട്ട് എനിക്ക് ശരി, താല്പര്യമില്ലാത്ത ഞാൻ കേസാ. വിട്ടു. അല്ലല്ല, ഒരു ഖുറാൻ കാര്യം, വായിക്കുന്ന ഖുറാൻ വായിക്കുന്ന ഇഷ്ടമല്ല. ആൾക്ക് ഇഷ്ടമില്ലേ? അല്ല, മൂപ്പാറിന് വേണ്ടണ്ട. ഖുറാൻ വായിക്കുന്ന ഇഷ്ടമല്ലാത്ത ആള് വരെ ഖുറാൻ വായിക്കണം എന്ന് ആ പറഞ്ഞിട്ട് അല്ല എന്ത് കാര്യം? ഞാൻ കേസല്ല, എനിക്ക് ഇഷ്ടമല്ല വായിക്കാൻ. ഞാൻ വിട്ടു. അവനെ വിട്ടേക്ക്. ഞാൻ ഖുറാൻ വിട്ടു ഞാൻ വായിക്കാൻ വിട്ടു ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ വിട്ടു. കണ്ടോ? ഖുർആൻ ഇത്രയേ വായിക്കുന്ന ഉള്ളൂ. ഞാൻ പറഞ്ഞു, വായിക്കാൻ ഇവിടെ ഈ ആയത്ത് ഇദ്ദേഹം പച്ച നുണയാണ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും ഖുറാനിൽ പറയും. അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ് മിണ്ടല്ലേ. ഈ ഇസ്മായിൽ പള്ളിപ്പുറം പറഞ്ഞത് ഇവിടെ ഖുറാനിൽ മറ്റു മതത്തിലുള്ള സ്ത്രീകളെ പ്രണയിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളെ കൈവശമാക്കാൻ സ്ത്രീകളെ നിനക്ക് അനുവദിച്ച് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല എന്ന് ഇസ്മായിൽ പറഞ്ഞു. എന്നാ പറഞ്ഞിട്ടുണ്ട് എന്ന് ജെന്റിൽ പറയുക. ഇസ്മായിലിന് ഞാൻ ഖുറാൻ അറിയില്ലെങ്കിലും ഞാൻ ഇസ്മായിൽ വായിക്കട്ടെ, വെയിറ്റ് ചെയ്യും, സമയം തരാം. ഞാൻ വായിക്കട്ടെ. സൂറത്തുൽ മഇദ, അതായത് 5 5-ാമത്തെ സൂറ 5-ാമത്തെ അഞ്ചിന്റെ ആയത്ത് 5 വായിപ്പേ. ഇതിൽ അല്ലേ? കേട്ടോണം എന്തിനാണ് ആ, അനുവാദം കൊടുത്തിരിക്കുന്നതെന്ന് കേൾക്കണം. ഏത് സ്ത്രീകളെയാണെന്നും ആരുടെ ഭാര്യമാരെയാണെന്നും അള്ളാഹു അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന്, ആർക്കാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം പ്ലീസ്. ഓക്കെ. സൂറത്തുൽ മായിദ, ഭക്ഷണത്തളിക, 5-ാമത്തെ ആയത്ത്. എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും നിങ്ങൾ അവർക്ക് മെഹർ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? വേറൊരാളുടെ ഭാര്യ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരുടെ ഭാര്യയെ, പതിവ്രത, ഭർത്താവിനോട് കൂടെ ജീവിക്കുന്ന ഭാര്യയെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട് ഇസ്മായിലെ? മുന്നോട്ട് പോകുമ്പോ ഇത് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതേ ഈ തന്റെ ഉള്ളതുകൊണ്ടാ. ഓ പിന്നെ അതിലുണ്ടെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട്. ഇപ്പൊ എന്ത് എന്തായി? ഇതാ നുണയെന്ന് പറഞ്ഞേ. എന്നാ ഇസ്മായിൽ ആ നുണയാണെങ്കിൽ ഇസ്മായിൽ ആ ആയത്ത് വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞതാ. ലിസ്റ്റർ അതിന്റെ 1-ാമത്തെ വാചകം പറയും, ഞാൻ അതിന്റെ അർത്ഥം പറയാം. 1-ാമത്തെ വിഷയം എന്താ പറയൂ? ഇല്ല, എനിക്കൊരു സെക്കൻഡ്. ഇസ്മായിലിന് ഇപ്പൊ ലീസിസ്റ്റർ വായിച്ചിരുന്നില്ല. ഇസ്മായിൽ അങ്ങോട്ട് വായിച്ചിട്ട്, സഹോദരൻ വായിച്ചിട്ട്, അത് ഇന്നതാണ് അതിന്റെ അർത്ഥം എന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കും. ഞങ്ങൾ കേട്ടിരിക്കാം. ലീസിസ്റ്റർ വായിച്ചിട്ട് താങ്കൾ ഇപ്പൊ പഠിക്കണം. അല്ല നുണയാണോ സിസ്റ്റർ, ടോണി ഓക്കെ. ബ്രദർ ഇപ്പൊ ഇസ്മായില? ഇടയ്ക്ക് അപ്പൊ ഇടയ്ക്ക് തെളിയിക്കേണ്ടത് ഒരു നിന്റെ ചുമതല മിനിറ്റ് ഇസ്മായിലിന്റെ. തരാം. ഒന്ന് വായിക്കും ഇസ്മായിലെ. ഏതായാലും വായത ഞങ്ങൾ വായിച്ചത് തെറ്റാണ്, അല്ല, സമ്മതിച്ചു. അങ്ങനെയല്ല. എന്നാ താങ്കൾ ഒന്ന് വായിച്ചു കേൾക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം മുസ്ലിങ്ങൾക്ക് പറയട്ടെ. നിക്ക്. നമ്മളിപ്പോ മായിതയിലാണല്ലോ നിക്കുന്നേ. താങ്കൾ അതൊന്ന് വായിച്ചിട്ട് താങ്കൾ അത് പറഞ്ഞു ഞങ്ങൾ നുണയാണ്, കളവാണ് പറഞ്ഞെന്ന് പറഞ്ഞു.
അപ്പൊ ഈ മായിദയിലെ കാര്യം കളവാണെങ്കിൽ താങ്കളൊന്ന് തെളിയിക്കൂ, ഞങ്ങള് കേൾക്കാൻ റെഡിയാണ്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറയണ കേൾക്കാദ്യം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഖുറാനിലുള്ളത് സത്യമല്ലേ ഇസ്മായിലെ? ജെന്റിൽ ബ്രദർ ഒരു സെക്കൻഡ് ജെന്റിൽ ബ്രദർ തരാം. ഇസ്മായിലെ, എന്റെ സംസാരത്തിന്റെ അജണ്ട നിങ്ങൾ നിശ്ചയിക്കേണ്ട, ഞാൻ പറയട്ടെ. അതിനുശേഷം ഞാൻ പറഞ്ഞ അല്ല കാര്യങ്ങൾ പിഴവുണ്ടെങ്കിൽ അത് അങ്ങനെ പറയാം. നിങ്ങളൊരു അജണ്ട നിശ്ചയിച്ച് ഞങ്ങൾ അല്ല, അതിന് അങ്ങനെയാണ് തിരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. വേണ്ട, ഇസ്മായിൽ എന്നെ താഴോട്ട് വിട്ടേരെ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇനി ശരിയാവുമോ? അതേ ഉള്ളൂ, നിങ്ങൾ എത്ര ഇടവാദം മുഴക്കി നാളായിട്ട് മുങ്ങാനുള്ള സാധ്യതയേ ഉള്ളൂ അദ്ദേഹത്തിന്. വെറുതെ ജെന്റിൽ ബ്രദർ ഒരു സെക്കൻഡ് മുന്നില് മറുപടി പറഞ്ഞ പോയാൽ മതി, പേടിക്കും, ഒരാളും ഇല്ല. ഇസ്മായിലെ ഞാൻ അങ്ങനെ ഇവിടെ അത് വിട്, വന്നേക്കണേ, നിങ്ങളുടെ അത് ഈ വിട്. ഗ്രൂപ്പ് മാത്രമല്ല. നിങ്ങൾ ഇസ്മായിലെ, എല്ലാം ബോബി ശരിയാണ്, ഒരു ഞാൻ മിനിറ്റ്, സമ്മതിച്ചു. ബോബി ഒരു ഓക്കെ മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇസ്മായിലെ, ജെന്റില് പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ ഭാഗത്തിന് ഉത്തരം പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ മതി എന്ന് തന്നെ എപ്പോഴും പറയുന്നേ. ഞാൻ ഉത്തരം പറയാന്ന് പറഞ്ഞല്ലോ. ധൈര്യം ഉണ്ടോ ഈ ആയത്ത് പറയാം. വായിക്കാൻ? ഓക്കെ ഞാൻ ഈ പറയാന്ന് അദ്ദേഹം ആയത്തെടുത്ത് പറയും. വായിച്ചിട്ട് അതല്ലേ ഞാൻ വെയിറ്റ് ചെയ്യും. അദ്ദേഹം പറയും. പറയാന്ന് പറഞ്ഞത്. ഇസ്മായിൽ വെയിറ്റ് ചെയ്യും. ഈ ആയത്തെടുത്ത് വായിച്ച് ഓരോ ഭാഗത്തിനെയും അർത്ഥം പറയാൻ ഇസ്മായിലിന് ധൈര്യം ഉണ്ടോന്ന ചോദ്യം. ഉണ്ടെങ്കിൽ പറ. ഞാൻ ഉത്തരം പറയാനല്ലേ പറഞ്ഞ. അതിന് നിങ്ങൾ ഓക്കെ, സംസാരിക്കാൻ എന്നാ ചെയ്തോളൂ. നിൽക്കുന്നില്ലല്ലോ. എന്നാ ആയിക്കോട്ടെ. ഇവിടെ നാം ചർച്ച ചെയ്യപ്പെട്ടത് അമുസ്ലിങ്ങളായ കുട്ടികളെ പ്രേമം നടിച്ച് പ്രേമിച്ച് ലവ് ജിഹാദ് നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മതപരമായിട്ട് മതം വേദം അനുവാദം നൽകുന്നുണ്ട് എന്നുള്ള ചർച്ച. ഇവിടെ താങ്കൾ പറഞ്ഞ വിഷയം എന്താ? അതല്ല. താങ്കൾ പറഞ്ഞത് ഒരു മുസ്ലിമായ ഒരാൾക്ക് മുസ്ലിങ്ങളായ പതിവ്രത സ്ത്രീകളെ വിവാഹം കഴിക്കുക, മറ്റുള്ളവർ കാഫർ, അതായത് വേദം നൽകപ്പെട്ട ഇതര അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരിലും നസാറാക്കളിലും പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അവർക്ക് വിവാഹം കഴിക്കുക. പതിവ്രതയുള്ള സ്ത്രീകളെ വിവാഹം പറയും. കഴിക്കാമെന്നല്ല, അനുവദിച്ചിരിക്കുന്നു. അത് വിവാഹം കഴിക്കാൻ അനുവദിച്ചാൽ എന്റെ വിവശ. വിവാഹം കഴിക്കാന്നൊന്നുമില്ല, എന്തിനനുവദിച്ചു? ക്രൈസ്തവന്റെ നസറായന്റെ ഭാര്യന്റെ, യഹൂദന്റെ ഭാര്യനെ, ഒരുത്തന്റെ ഭാര്യയെ എന്തിന് അള്ളാഹു ഒരു മുസൽമാന് അനുവദിച്ചു കൊടുക്കുന്നു? ഇതിനെ നിങ്ങൾ എന്ത് പറയും? പറയാം. വേറൊരാളുടെ ഭാര്യയെ. ഇസ്മായിൽ ബ്രദർ അതൊരു ചോദ്യമല്ലേ ഇസ്മായിൽ ബ്രദറെ? ചോദ്യമാണ്, നിങ്ങൾക്ക് മറുപടി ഇപ്പൊ ഉണ്ടെന്ന്, സിമ്പിൾ മറുപടി ഉള്ളതിനൊക്കെ. അല്ലല്ല, ഒരു എനിക്ക് ഞാനൊന്ന് ഫ്രെയിം ചെയ്ത് തരാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ പറഞ്ഞ പോയിന്റ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കളവാണെന്ന് പറഞ്ഞു. ശരിയാണ്, ശരി, ഓക്കെ, കളവായിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഒരു അന്യന്റെ ഭാര്യയെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള നസാറാക്കളുടെയോ അല്ലെങ്കിൽ ഒരു ജൂതന്റെയോ ഭാര്യയെ എന്തിന് ഈ അള്ളാഹു നിങ്ങളെ പോലുള്ള ആളുകൾക്ക് അനുവദിക്കുന്നു? അതിന്റെ പിന്നിലുള്ള ആ ഒരു വികാരം എന്താ? ഇത് തന്നെയാണ് അവിടെ പതിവൃതയ സ്ത്രീകൾ എന്നല്ലേ പറയണത്. പതിവൃതയ സ്ത്രീകൾ എന്ന് പറയപ്പെടുമ്പോ ഓക്കെ, ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. പതിവ്രത എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അല്ല, ഞാൻ പറഞ്ഞു കേട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു പതിവ്രത എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ ശൈലി വേണ്ടെന്ന് ഞാൻ പറയൂ, പറയാതെ താങ്കൾ പറഞ്ഞു പറയൂ. അതെന്റെ വായിക്കാണല്ലോ. ഞാൻ മ്യൂട്ട് ചെയ്തു, താങ്കൾ പറയൂ. യെസ്, അതായത് പതിവ്രത എന്നുള്ള അർത്ഥം ആ സ്ത്രീ മറ്റ് അനാവശ്യമായിട്ട് രീതിയിൽ നടക്കാത്തവരോ, അല്ലെങ്കിൽ നമുക്കറിയാം പാതിവൃത്യമുള്ള സ്ത്രീ, കന്യകത്വമുള്ള പാതിവൃത്യമുള്ള, അല്ലെങ്കിൽ ഏതർത്ഥത്തിലും അതിന് കന്യകാത്വം അല്ല. പറയട്ടെ ഭർത്താവ്. ജനറൽ ബ്രദർ പുള്ളി പറയട്ടെ, പുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ. പറ ഇസ്മായിലെ. അവിടെ താങ്കൾ അതിന് വിവക്ഷ നൽകുന്ന അവിടെ അത്തരം, അതായത് അത് മാത്രമല്ല, പിന്നെ ആഹാരം അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, അവര് അർത്ഥം നമുക്ക് കഴിക്കാം. നമുക്ക് പതിവ്രതയിലേക്ക് പോവാം. നമുക്ക് ആഹാരമൊന്നും വേണ്ട. ഞാൻ പറയട്ടെ. നിങ്ങൾ പതിവ്രതയുടെ കാര്യം പറയൂ ഇസ്മായിലെ. എന്റെ സുഹൃത്ത്, ഞാൻ ചോദിക്കട്ടെ, എന്റെ മതം ആരോപണ വിധേയവും നിങ്ങൾ ആരോപകരുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കാണ് സമയം തരേണ്ടത്. ആരോപണത്തെ ഞാൻ മറികടക്കണമെന്നില്ലോ. അത് നിങ്ങൾ അതിനെ ഓരോ നിമിഷം തടസ്സപ്പെടുത്തിയാൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, പറയൂ. ഓക്കെ. അപ്പൊ അത് ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വേദക്കാര് അറുത്ത് ഞങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ അറുത്തത് അവർക്ക് നൽകാം. ഈ അനുവാദം നൽകുന്നു. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് അവിടെ എന്താണ് വേദപ്രകാരം മറക്കപ്പെടാത്ത ഒരു ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് ഇസ്ലാമിക വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹലാലിന്റെ ഭക്ഷണം എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പോൾ അത് ശ്രദ്ധിച്ചു വരുന്നത്. അപ്പോൾ അവിടെയുള്ള വേദക്കാർ അർത്ഥം നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ അവരും എന്താണ്
ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരും ആ ദൈവത്തിന്റെ അനുയായികളും ഞങ്ങളുടെ ദൈവം അവർക്കും വേദം നൽകിയിട്ടുണ്ട്. അവർ അതിന്റെ പിൻഗാമികളുമാണ്, അല്ല മുൻഗാമികളുമാണ്. മുമ്പ് അവർ ആരും ഗമിക്കുന്നവരാണ്. അതേപോലെ തന്നെ അവരിലുള്ള പതിവ്രത സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, നിങ്ങളിലുള്ളവരെയും കഴിക്കാം. അതായത് ഞാൻ മുസ്ലിങ്ങളായ ഒരു സ്ത്രീയെ മറ്റൊരു മുസ്ലിം കെട്ടാവുന്നല്ല അതിന്റെ അർത്ഥം വരുന്നത്. പതിവ്രത നാം വിവാഹം ആലോചിക്കുന്ന കുട്ടികൾ പതിവ്രതകളായിരിക്കണം എന്നുള്ള ഒരു പൊതുവിവക്ഷയാണ്. നിങ്ങൾ ആരുക ഇതര ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുള്ളവരാവണം എന്നുള്ള വിവക്ഷ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, അപ്പോൾ നമുക്ക് ചർച്ച ഓക്കെ ചെയ്യാം. ഓക്കെ, ബോബി ബ്രദറെ ഞാൻ എടുത്തു. ഓക്കെ, ഇസ്മായിലെ, നിങ്ങൾ ജെന്റിൽ ബ്രദർ ഒരു second. സംസാരിക്കേണ്ട വിഷയം സംസാരിക്കാതെ ജെന്റിൽ ബ്രദർ നമുക്ക് അങ്ങോട്ട് ബാക്കി പോവാം, ഭക്ഷണത്തിന്റെ കാര്യം. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് ഞാൻ പോവാം, ഓഡിബിൾ അല്ലേ അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. ഒരൊറ്റ ബോബി കാര്യം, ബ്രദറെ? ഒറ്റ കാര്യം. ഓക്കെ, ജെന്റിൽ ഇസ്മായിൽ ബ്രദറെ, ഈ പതിവൃത എന്ന് പറഞ്ഞ വാക്കിന്റെ മലയാള ഇല്ലില്ല, അർത്ഥം പുള്ളി ഒന്ന് ആ പറയാമോ? ഭാഗത്ത് എത്തിയിട്ടില്ല ബ്രദറെ. പുള്ളി പതിവ്രതയിൽ എത്തിയിട്ടില്ല. ഒരു മിനിറ്റ്, ഇദ്ദേഹം കേട്ടോ. നിങ്ങൾ കാണണം. ലീ സിസ്റ്ററെ, ആ ആയത്ത് ഒരിക്കൽ കൂടെ വായിക്കാമോ? ലീ സിസ്റ്ററെ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആ ആയത്ത് ഒന്നുകൂടെ വായിക്കാവോ? ഇവിടെ ഞാൻ 3 വായിക്കാം കാര്യങ്ങളാ വായിക്കാം പറയുന്നേ. വായിക്കാം വായിക്കാം ഓക്കെ, വായിക്കാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടപെടും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇടപെടുവേ. കാരണം ഓക്കെ, ഇദ്ദേഹം ഷുവർ. ഒഴിവാക്കി വിട്ടൊരു കാര്യവും പറഞ്ഞ 2 കാര്യവും നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഞാൻ ഇടപെടും. ഓക്കെ വായിക്കുമ്പോൾ ഞാൻ അതിൽ ഇടപെടും. ഓക്കെ. ഓക്കെ, വായിച്ചോളൂ. മായിദ 5-ാം ആയത്ത്. എല്ലാ നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. അനുവദിച്ച ഒന്ന് നിങ്ങളുടെ ഭക്ഷണം ഭക്ഷണം. ആർക്ക് അനുവദിച്ചു? ഭക്ഷണം നിങ്ങൾക്ക്. നിങ്ങൾ എന്ന് പറയുന്ന ആരാണ്? നിങ്ങൾക്ക് ഒരു മൂമിന്, ഒരു വേദം മുസ്ലിം. നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ്. വേഗം നൽകപ്പെട്ടവരുടെ ഭക്ഷണം ഒരു മുസൽമാന് അനുവദിച്ചിരിക്കുന്നു. ഓക്കെ, 1 ഓക്കെ. വായിച്ചോ. 2 നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ്. നമുക്ക് ലഭിച്ച എനിക്ക് കേൾക്കണ്ട, അവർക്ക് അനുഭവിച്ച മാത്രം കേട്ടാൽ മതി. വായിച്ചോളൂ. ഓക്കെ. സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും, അപ്പൊ അത് അവർക്ക് നിങ്ങൾക്ക് അനുവദിച്ചു മുമ്പ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും. അപ്പൊ ഇസ്മായിൽ പറഞ്ഞ അനുസരിച്ച് യഹൂദന്റെയും നസ്രാണിയുടെയും ഭാര്യമാർ അത് തന്നെയാണല്ലോ. നിങ്ങൾക്ക് മുമ്പ് പതിവ്രത. വേദം നൽകപ്പെട്ടവർ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞുതരാം. വേദം. പതിവ്രത എന്ന് പറഞ്ഞാൽ, പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. പതി എന്ന വാക്കിന്റെ അല്ല, അർത്ഥം അതിപ്പോ ഭർത്താവ്. വേണ്ട. ആരെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു, ആരെയൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ആദ്യം അപ്പൊ 3 വേദം കാര്യങ്ങളാണ് ഈ ആയത്തിൽ നൽകപ്പെട്ടവരിൽ. അള്ളാഹു ഒരു മോമിനീന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അനുവദിച്ചതിൽ യെസ്, നമ്പർ 1 മറ്റേ വേദം നൽകപ്പെട്ടവർ അർത്ഥ ഭക്ഷണം 1. യെസ്. 2, സത്യവിശ്വാസിനികളിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. 3-മതായിട്ട് അനുവദിച്ചത് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട, അതായത് ഇസ്മായേലിന്റെ പരിഭാഷയിൽ പറഞ്ഞാൽ യഹൂദന്റെയും നസറാണിയുടെയും പതിവ്രതകളായ സ്ത്രീകളെയും നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ഇത് നുണയാണെന്നാണ് ഇസ്മായിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്മായിൽ എന്നെ വെല്ലുവിളിച്ചു, ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ. ഞാനിതാ തെളിയിച്ചിരിക്കുന്നു. ഇനി ജെന്റിൽ എന്ത് നുണ പറഞ്ഞു എന്ന് ഇസ്മായിലിന് തെളിയിക്കാം.